ഹലോ ഗൈസ്, ഫൈനലി നമ്മുടെ 2026 ഈ ഫുട്ബോൾ വന്നേക്കുവാണ്. എന്തായാലും ഹൈപ്പിൽ തന്നെയാണ് ഗെയിം വന്നേക്കുന്നത്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലായാലും ബാക്കി ആനിമേഷൻ്റെ കാര്യത്തിലായാലും എല്ലാം ഗെയിം എൻറ്റയർലി ഇച്ചിരി മാറിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും ഗെയിമിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വന്നേക്കുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. എന്തായാലും ഇൻ്റർഫേസ് കൊള്ളാം. നമ്മുടെ 2025 ഈ ഫുട്ബോളിൽ വന്ന പോലെ ഉള്ള കളർ മൊത്തം വാരിക്കോരി ഇട്ടിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി വേണമെന്ന് വെച്ചിട്ടേക്കുന്നു എന്ന് മാത്രം. എന്തായാലും കൊള്ളാം. നമുക്ക് ഗെയിമിൻ്റെ അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. എന്തായാലും നമുക്ക് ലോഗിൻ ബോണസ് ആദ്യമേ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിനായിട്ട് ഒരു 150 കോയിനോളം കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു കിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാൻസ് ഡീല് ഇന്ത്യയുടെ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ചാൻസ് ഡീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൗറിനോടെ ഒരു മാനേജർ പാക്ക് വന്നിട്ടുണ്ട്. 150 കോയിനും പിന്നെ മാനേജറുമാണ് 250 രൂപയ്ക്കാണ് വന്നേക്കണത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇനി നോക്കാനാണെങ്കിൽ അടിയിൽ മിഷൻസ് എന്ന് പറഞ്ഞൊക്കെ സ്വിച്ചൊക്കെ കാര്യമൊക്കെ വന്നേച്ചുണ്ട് അല്ലേ? അതെ, അടിയിൽ മിഷൻ എന്ന് പറഞ്ഞൊരു സ്വിച്ചും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. സോ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ട്. നമ്മൾ ഗെയിം കളിക്കുന്നതനുസരിച്ച് നമുക്ക് മാനേജറിയും ഫ്രീ ട്രെയിൻ കാര്യമൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെയാണ് വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിലും വീഡിയോ ഇടാം. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മളൊന്ന് ഇടുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തോ കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേഡിയത്തിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ചും ഇന്ത്യയുടെ ഒരു പാക്കിങ് കാര്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ലീഗിൽ പ്രമോഷൻ കിട്ടുന്നതനുസരിച്ചുള്ള ബാഡ്ജും റിവാർഡും കാര്യങ്ങളും. പിന്നെ വീണ്ടും ഒബ്ജക്റ്റീവിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരിതും കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ രീതിയിലുള്ള റിവാർഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇടാൻ എനിക്ക് തോന്നുന്നു. ഓരോ അവർ പറയുന്ന ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് അത് കിട്ടുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പറയാനുള്ളത് പായ്ക്കിൻ്റെ കാര്യമാണ്. നമ്മുടെ ലിയോണൽ മെസ്സിയുടെ പായ്ക്ക് വന്നിട്ടുണ്ട്. കെവൻ ഡി ബ്രൂണിയും സലയ്ക്കുള്ള ഒരു അത്യാവശ്യം നല്ല പായ്ക്കാണ്. പിന്നെ യമാലിൻ്റെ പായ്ക്കും വന്നിട്ടുണ്ട്. പെഡ്രയ്ക്കും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ മെസ്സിയുടെയും യമാലിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രതിമകളും നമ്മുടെ ഇതിൽ വെക്കാനുള്ളത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സിയുടെ ഷോർട്ട് ടൈമിൻ്റെ ഒരു ഫ്രീ ട്രൈ കിട്ടുന്നുണ്ട്. പിന്നെ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഫ്രീ ട്രൈ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഗെയിം കളിച്ചെടുക്കുമ്പോൾ. അതേപോലെ ഇന്ത്യയുടെ പാക്കിൽ ഒരു ഫ്രീ ട്രൈ കിട്ടുന്നതായിരിക്കും. ഈ ഫുട്ബോൾ ലീഗിൽ ഡിവിഷൻ 1 അടിക്കുമ്പോൾ ഒരു ഫ്രീ ട്രൈ ഉണ്ട്. അത് സീക്കോ ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ മിസ്സായി നിൽക്കുന്നത് നോമിനേഷൻ കോൺട്രാക്റ്റാണ്. അതിൻ്റെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അത് നിലവിൽ കാണിക്കുന്നില്ല. മാച്ച് പാസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, കാരണം എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് ഡെയിലി ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ആരൊക്കെ കിട്ടുന്നതെന്ന് നോക്കാം കേട്ടോ. എന്തായാലും കിക്ക് എടുത്ത് വെച്ചുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലാപ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമുക്ക് അറിയത്തില്ല ആരെയും കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, ഡെയിലി ഗെയിമിൽ ആഡ് ചെയ്തേക്കുന്നത് ഹസാഡിനെയാണ്. ഓക്കെ, മാഡ്രിഡിൻ്റെ ഹസാഡിനെ ലെഫ്റ്റ് വിങ്. ഓക്കെ, ഫസ്റ്റ് റിവാർഡ് തന്നെ ഒരു ഇമ്പ്രസീവ് റിവാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാനെ ആ പുറകിൽ ആനിമേഷൻ, ഐപ്പിക്ക് ആനിമേഷനൊക്കെ കൊള്ളാം, അടിപൊളി. പിന്നെ നമുക്ക് ഡെയിലി ഗെയിം ബോട്ട്സ്ട്രോ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഫ്രാങ്ക് വരുന്നുണ്ട്. ഓക്കെ, എപ്പിക്ക് ഒരെണ്ണമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഹൈലൈറ്റും ബാക്കിയാണ് ഡെമ്മി പ്ലേയേഴ്സും കേട്ടോ. എന്തായാലും 5 പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ റൗളിൻ്റെ ഒരു ചാൻസ് ഡീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡ്രോഗ്ബയുടെ തന്ന പോലെ തന്നെ റൗളിൻ്റെ തരുന്നുണ്ട്. പിന്നെ വന്നാൽ 100 കോയിനും കാര്യമൊക്കെ ആണ് വരുന്നത്. അതെ, മൊത്തം 24 ലാപ്പാണ് അവർ നിലവിൽ റിവീൽ ചെയ്തിട്ടുള്ളത്. ഇത് കൂട്ടിക്കൊണ്ട് വരും ഓരോ അപ്ഡേറ്റിന് ശേഷം. സോ ഇതാണ് നമ്മുടെ ഡെയിലി ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഗെയിമിൻ്റെ പുറത്തിറങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തായാലും എല്ലാത്തിനെ കുറിച്ച് ഇന്ന് ഡീറ്റെയിലും വീഡിയോ നമ്മൾ ഇടാം. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഇട്ടത്. സോ എല്ലാവർക്കും ബൈ.